ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറച്ച് മസാലകൾ മാത്രം ഉപയോഗിച്ച ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ ഫ്രൈ ആണ്. വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുവാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് തലേദിവസം ഫ്രിഡ്ജിൽ വെച്ച 10ഓളം മീൻ കഷ്ണങ്ങളാണ് ഫ്രൈ ചെയ്യുവാനായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുവാനായി 5 വെളുത്തുള്ളി അല്ലികൾ ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്ത് ചതച്ചെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കുവാനായി 2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് തയ്യാറാക്കി വെക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡിയാക്കി വെച്ചിരിക്കുന്ന 2 കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തലേദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി മീൻ ഫ്രൈ ചെയ്യുവാനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ എല്ലാ ഭാഗങ്ങളിലും എത്തുവാനായി പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ഫ്രൈ ആയതിനു ശേഷം മീൻ കഷ്ണങ്ങൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ആ സൈഡും നന്നായി ഫ്രൈ ആയി വരുവാനായി ഏകദേശം 3 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ മീൻ മറിച്ചിട്ടതിന് ശേഷം ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി പതിയെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ട് ഏകദേശം ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യുവാനായി ഒരു സവാള എടുക്കാം. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിത് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി ഫ്രൈ ചെയ്ത മീൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൊണ്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ മീൻ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. മസാലകളുടെ അതിപ്രസരമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഈ മീൻ ഫ്രൈ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.